വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ 2026 കാർ ഓഫ് ദി നോർത്ത് അമേരിക്കൻ കാർ ഓഫ് ദി ഇയർ ആയിട്ടുള്ള നമ്മുടെ ഡോഡ്ജിൻ്റെ ചാർജർ വരുന്നത്. നമ്മൾ ഈ ചാർജറിൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ ക്വിക്ക് ലുക്കും കൂടിയാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മളിത് കവർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിംഗിൽ തന്നെ നമുക്ക് തുടങ്ങാം. സാധാരണ എല്ലാത്തിനും നമ്മൾ ഫ്രണ്ട് സ്റ്റൈലിംഗിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് നമ്മൾ തുടങ്ങേണ്ടത് എനിക്ക് തോന്നി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബേ എന്നാണ് നമുക്ക് ഇതിൻ്റെ തുടങ്ങേണ്ടതെന്ന് തോന്നി. കാരണം ഇതിൻ്റെ എഞ്ചിൻ ബേ ആണ് ഏറ്റവും ഇതിനകത്ത് പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മസിൽ മാൻ. നമുക്ക് ആ ഒരു മസിൽ മാനിനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു എഞ്ചിനാണ്. ടർബോ ചാർജർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റൈലിങ്ങിലേക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇവോൾവ് ആയിട്ടുള്ള ഒരു വണ്ടിയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാർജർ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു LED നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഡോഡ്ജിൻ്റെ ഒക്കെ ആ ഒരു ബാഡ്ജിങ് ഒക്കെ മാറി ഫുള്ളി എന്താ പറയുക ഇലിമിനേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. സ്ലീക്ക് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. നമുക്ക് അതുപോലെ ഇതിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ലൈറ്റിൻ്റെ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു മസിൽ പ്ലേ ഉള്ളൊരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാർജർ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഇത്രത്തോളം പ്രിയങ്കരമായിട്ടുള്ളൊരു വണ്ടിയായിട്ട് ഇത് വളരെ ചെറിയ സമയത്ത് തന്നെ മാറിയത്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ 20 ഇഞ്ചസിൻ്റെ നമുക്ക് ടയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അലോയ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻസ്പയർഡ് സ്റ്റാർ ഫിനിഷിലുള്ള ഒരു അലോ വീൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു കാർബൺ ഫിനിഷിലുള്ള ഒരു സൈഡ് ഡോർ പാഡ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതൊക്കെയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാർബൺ ഫിനിഷും ആ റെഡും കൂടെ വരുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഈ ഒരു ഹാൻഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അകത്തോട്ട് കയറിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ അകത്തായിട്ട് ഒരു ചെറിയൊരു ലോക്കിംഗ് മെക്കാനിസമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അകത്തോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ലക്ഷറി ആയിട്ടും പ്രീമിയം ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സൈഡിൽ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു കാർബൺ ഫിനിഷ് കാണാൻ പറ്റും. വിൻഡോ റോൾസിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡോഡ്ജിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾ, റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെ വളരെ എന്താ പറയുക ഒരു സെറ്റപ്പായിട്ട് എന്താ പറയുക ആ ഒരു കൂപ്പേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീലിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമുക്കകത്ത്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിനകത്ത് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് RPM മീറ്ററും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയൻ്റ് ആയിട്ടുള്ള ആ വണ്ടി ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേന് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതിന് ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിനകത്ത് ക്യാമറയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വളരെ സെറ്റപ്പായിട്ട് നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹീറ്റർ സീറ്റ്സിൻ്റെയും കൂൾഡ് സീറ്റ്സിൻ്റെ അതുപോലെ ആ ഒരു ഹീറ്റർ സ്റ്റിയറിംഗ് വീലിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ തരും കാണാൻ പറ്റുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഗിയർ ലിവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇപ്പുറത്തേന് വരുമ്പോഴത്തേനും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്താണ് നമുക്ക് ബാക്കി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അതിനകത്ത് ആ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും ലോഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പുറത്ത് 2 USB Type-Cൻ്റെ ചാർജിങ് പോർട്ട്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഗിയർ ലിവറൊക്കെ ആണെങ്കിലും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാസീവ് ആയിട്ടുള്ള ആ ഒരു മസിൽ വണ്ടീൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സ്ഥലമാണ്. ഇഷ്ടം പോലെ നമുക്ക് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന അത്ര സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മാനുവലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നമുക്ക് ആ ഒരു ബാക്ക് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് അടച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഭയങ്കര എലഗൻ്റ് ആയിട്ടും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബാക്കാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കണക്റ്റഡ് നമുക്ക് ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഫുള്ളി LED ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. നടുക്കായിട്ട് ഒരു ഡോഡ്ജിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ബ്രേക്ക് നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ആ ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ നിയോൺ എലമെൻറ്റും
കൂടിയുള്ള ആ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ചാർജറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു, ബൈ.